അതിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ന് വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വീണ്ടും നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളത്തിനെ ഇന്ത്യയിലാകെ നമ്പർ 1 ആക്കി മാറ്റാൻ, സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, എല്ലാ മേഖല എടുത്ത് പരിശോധിച്ചാൽ കാർഷിക മേഖലയായാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖല പറയുക വേണ്ടല്ലേ, നമ്മൾ വിചാരിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ അങ്ങനെ സമസ്ത മേഖലയിൽ. എന്തിനധികം പറയുന്നത്, നമ്മുടെ ക്ഷേമ പെൻഷൻ വരെ 2000 രൂപയാക്കി. നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അല്ലേ. 2000 രൂപ വരെ നമ്മുടെ പെൻഷൻ എത്തും. അതുകൂടാതെ നമ്മളുടെ സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിച്ച് അത് കൈപ്പറ്റി കഴിഞ്ഞു നമ്മളൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കേരളം എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് അധികാരത്തിൽ വരണം. അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഇനി നമുക്ക് വെറും 10-17 ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ. ഇനി നമുക്ക് മാറ്റിവെക്കാൻ ദിവസങ്ങളില്ല. എല്ലാവരും നല്ല ഒരു ഉള്ളുചൂട്ട പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ മണ്ഡലത്തിലും നമ്മളുടെ പഞ്ചായത്തിലും നല്ല ഭൂരിപക്ഷം നമുക്ക് നേടാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺവെൻഷനും വിളിച്ചു ചേർത്തിരിക്കുന്നത്. പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നമ്മുടെ കണക്കുകൂട്ടലുണ്ടായിരുന്നത് വിഷുവിന് ശേഷം ഏപ്രിൽ 16-നോ 17-നോ ഒക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരുന്നു നമ്മൾ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തത്. അതനുസരിച്ച് നമ്മുടെ മണ്ഡലം കൺവെൻഷൻ 22-ാം തീയതി നമ്മൾ നിശ്ചയിച്ചു. നാളെ മണ്ഡലം കൺവെൻഷന് ശേഷം 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ പഞ്ചായത്ത് ലോക്കൽ കൺവെൻഷനുകളും 26 മുതൽ 31 വരെയുള്ള തീയതികളിലായിട്ട് ബൂത്ത് കൺവെൻഷനുകളുമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് മണ്ഡലം കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് ലോക്കൽ കൺവെൻഷനുകളെല്ലാം നടത്തി തീർക്കുക എന്ന തീരുമാനമെടുത്തു. അതാണ് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ ലോക്കൽ കൺവെൻഷനുകൾ നടക്കുന്നത്. നാളെ മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം 23, 24, 25 തീയതികളോടുകൂടി നമ്മുടെ എല്ലാ ബൂത്ത് കൺവെൻഷനുകളും പൂർത്തീകരിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായി 1-ാം റൗണ്ട് വീട് കയറി ഇറങ്ങണം. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭ്യർത്ഥനയുമായി വീട് കയറി ഇറങ്ങണം. വിവിധ വർഗ ബഹുജന സംഘടനകളുടെ അഭ്യർത്ഥനയുമായി വീട് കയറി ഇറങ്ങണം. വളരെ പരിമിതമായ ദിവസങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ വളരെ വേഗത്തിൽ ക്രമീകരിക്കുക എന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷം പൂർത്തീകരിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ് ഒരു തുടർഭരണമെന്നത്. 40 കൊല്ലത്തിന് ശേഷമുണ്ടാകുന്ന സംഭവമാണ്. ആ തുടർഭരണം കേരളത്തിന് ഒട്ടേറെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ, മലയാളികളായി. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 989565